ഇനി പാതിവില തട്ടിപ്പ് കേസ്, കംപ്ലീറ്റ് തട്ടിപ്പും അഴിമതിയും വെട്ടിപ്പൊക്കെയാണ് നമ്മൾ രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ? അല്ല, ഈ മലയാളികളെ സംബന്ധിച്ച് ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓരോ രീതിയിൽ വന്നാലും അത് കൃത്യമായി അതിലെല്ലാം കൊണ്ടുപോയി തലവെക്കും എന്നുള്ളതാണ് ഏറ്റവും. രാവിലെ എല്ലാവരും ചോദിക്കുന്നത് കാരണം പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് പറഞ്ഞേ മതിയാകും. ഓക്കെ, പതിവില തട്ടിപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ വിവിധ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 570 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. ഓരോ ജില്ലയിലെ തട്ടിപ്പുകൾ അന്വേഷിക്കാനും പ്രത്യേക സംഘങ്ങളാണുള്ളത്. പാതിവില തട്ടിപ്പിൽ ED അന്വേഷണവും പുരോഗമിക്കുകയാണ്. കിരൺകുമാർ തുടരുന്നുണ്ട് വിവരങ്ങൾക്കായി. കിരൺ, അപ്പോൾ ഈ 570 കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ വിവിധ തരത്തിലുള്ള സംഘങ്ങളാണ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ വിവിധ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന് ഏത് യൂണിറ്റ് ആണ് ചോദ്യം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ? വീണ, ഈ പാതിവല തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 11 ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസുകളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ പ്രത്യേകം കസ്റ്റഡിയിൽ വാങ്ങി തന്നെയാണ് അനന്തുവിനെ ചോദ്യം ചെയ്തത്. ഇത് ഓരോ കേസിൻ്റെയും വ്യാപ്തി അനുസരിച്ച് 1 ദിവസവും 2 ദിവസവും ഒക്കെ ആയിട്ട് പലതവണ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത് എറണാകുളം പോത്താനിക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലാണ്. ഇവിടെ മാത്രം 27 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും മറ്റ് കേസുകളിൽ കൂടി ഇയാളെ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടൊപ്പം തന്നെ ഇയാളുമായി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളും പൂർത്തീകരിച്ചിരുന്നു. ഈ പോത്താനിക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പോത്താനിക്കാടും ഒപ്പം തന്നെ ഇയാളുടെ തൊടുപുഴയിലെ വീടിന് സമീപം എത്തിച്ചും ഇയാളെ തെളിവെടുപ്പുകൾ നടത്തിയിരുന്നു. മാത്രവുമല്ല, ഈ കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഇയാളുടെ ഓഫീസിൽ ആണ് പ്രധാനമായിട്ടും ഈ തട്ടിപ്പിൻ്റെ ആസൂത്രണം നടന്നിട്ടുള്ളത് എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നത്. ഇവിടെ 2 ദിവസത്തോളം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. വിവിധ രേഖകളടക്കം ഇവിടെ നിന്നും പിടിച്ചെടുക്കുകയും ഈ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്ന അതേ സമയത്ത് തന്നെ EDയുടെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ED കൂടി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ഇയാളെ റിമാൻഡിലുള്ള ജയിലിലെത്തി ചോദ്യം ചെയ്യുന്നതിനോ വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി ഏതായാലും EDയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ.